ജീവിതത്തിൽ തോറ്റുപോയി എന്ന് വിചാരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എല്ലാം തകർന്നു പോയി, അല്ലെങ്കിൽ എനിക്ക് ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല, എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്കൊരുപാട് നഷ്ടങ്ങളുണ്ട്, ഇനി ഒന്നും ട്രൈ ചെയ്തിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെയാണോ ശരിക്കും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ഈ ഒരു ചിന്താഗതിക്ക് ആക്കം കൂട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അത് പലരുടെയും ഒരു വലിയ മിസ്റ്റേക്കാണ്. ഞാനും ഈ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നറിയോ? കമ്പയറിങ് വിത്ത് അതേഴ്സ്. നമ്മളൊരു വലിയൊരു തകർച്ചയിൽ നിൽക്കുമ്പോൾ, നമുക്കൊരു നഷ്ടമുണ്ടാകുമ്പോൾ, നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാതെ വരുമ്പോൾ, പലപ്പോഴും സക്സസ് നമ്മളിൽ നിന്നിങ്ങനെ അകന്നു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും അറിയാതെ ചെയ്തു പോകുന്നൊരു കാര്യമാണ് കമ്പയറിങ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. ഞാൻ ഈ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ശരിക്കും നമ്മളുടെ തകർച്ചയുടെ ആഘാതം കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ പറയുന്ന പൊസിഷനിൽ നമ്മൾ വീണ്ടും താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഈ കമ്പയറിങ് വിത്ത് അതേഴ്സ്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ശരിക്കും നമ്മളെ തകർത്ത് കളയുന്ന ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. സോ നെവർ എവർ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാൻ പോകരുത്. ബിക്കോസ് യു ആർ സോ യുണീക്ക്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്ക്നെസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സവിശേഷതയുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ഇപ്പോൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനും ഇതുപോലെ ആ സമയത്ത് ഞാൻ വല്ലാതെ മറ്റു പലരുമായിട്ടും ഞാൻ എന്നെ കമ്പയർ ചെയ്തിരുന്നു. പക്ഷേ പിന്നെ എനിക്കത് റിയലൈസ് ചെയ്യാൻ സാധിച്ചു. ഞാൻ ഈ ചെയ്യുന്നത് ഒരു വലിയ മണ്ടത്തരമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ മെല്ലെ ഞാൻ അതിൽ നിന്ന് പുറത്ത് കിടന്നു. അപ്പം അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി ഞാൻ എടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ പഴയ പാസ്റ്റ് സക്സസ് ഒക്കെ ഞാൻ ഒന്ന് റീവൈൻഡ് ചെയ്യാൻ തയ്യാറായി. ഞാൻ മുൻപ് പല കാര്യങ്ങളിലും ഞാൻ ഒരു മികച്ചതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുറെ കൂടി ബെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അത്രയ്ക്കും ഒരു കഴിവില്ലാത്തൊരു വ്യക്തിയല്ല. എനിക്കും പല കാര്യങ്ങളും നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ മെല്ലെ ഞാൻ റെഗുലർലി ഞാൻ റിവൈൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, പിന്നെ എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, എൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ട് വളരെയധികം പ്ലാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, പിന്നെ നേരത്തെ നമ്മൾ പല റീൽസിൽ നമ്മൾ സംസാരിച്ചതുപോലെ പല ട്രെയിനിങ് പ്രോഗ്രാമുകളും പല പുസ്തകങ്ങളും ഒക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, എവ്രിബഡി ഈസ് യുണീക്ക്. ഓരോ ആളുകളും അവരവരുടേതായിട്ടുള്ള ഒരു സവിശേഷത അവർക്കുണ്ട്. അതിന് പകരം നമ്മൾ ഈ പറയുന്ന കമ്പാരിസണിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഉള്ള എനർജി പോലും താഴേക്ക് പോകും. അത് കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്നു, കൂടുതൽ നമ്മളെ പരാജിതനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്തു ഒരു കാരണവശാലും ഒരു രീതിയിൽ നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോകരുത്. അത് സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, കഴിവിൻ്റെ കാര്യത്തിലാണെങ്കിലും, പാരമ്പര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും, ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഒരു കാരണവശാലും നിങ്ങൾ ഒരാളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാൻ നിങ്ങൾ പോകരുത്. ബിക്കോസ് യു ആർ സോ യുണീക്ക്. നിങ്ങളുടേതായ ചില ടാലൻസ് ഉണ്ട്, നിങ്ങളുടേതായ ചില സ്കില്ലുകളുണ്ട്, നിങ്ങളുടേതായ ചില യുണീക്ക്നെസ് ഉണ്ട്. ഇത് നമ്മൾ റിയലൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഒരു പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ പണ്ട് കമ്പയർ ചെയ്തിരുന്ന ആളുകളെക്കാളൊക്കെ എത്രയോ മികച്ച രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയൊരു റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അന്ന് ഞാൻ ആ ഒരു ലോക്കിൽ ഞാൻ പെട്ടിരുന്നെങ്കിൽ, അത്തരത്തിലൊരു ലോക്ക്ഡ് സിറ്റുവേഷനിൽ ഞാൻ മുന്നോട്ട് പോയിരുന്നെങ്കിൽ, ഒരിക്കലും പിന്നീട് എനിക്ക് ലൈഫിൽ ഒരു മുന്നോട്ടൊരു ഗ്രോത്ത് എനിക്ക് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്, മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഇങ്ങനെ ഒരു കമ്പാരിസൺ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി അഥവാ നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നലകളിലെ നിങ്ങളുമായി നിങ്ങൾ ഇന്ന് കമ്പയർ ചെയ്യണം. ഇന്നലകളിലെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റം നിങ്ങൾക്ക് ഇന്നത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ്. അതാണ് ഏറ്റവും മികച്ച കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഇതിവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. കമ്പാരിസൺ നമുക്ക് നിർത്താം. അതിന് പകരം നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങളോട് തന്നെ കമ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. താങ്ക് യു.